എന്തായാലും ഇവിടെ വന്ന് കരിഷ്മയെ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. ബോസ്വാലയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു കരിഷ്മ? തിങ്ക് ബിഗ്. അതാണ് എന്നെ ഈ ഓർഗനൈസേഷനും പഠിപ്പിച്ചത്. ചെറുപ്പകാലത്ത് എനിക്ക് നല്ല സർക്കിൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു സ്കൂളിങ്ങിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ്, ഹൂം വി ആർ അസോസിയേറ്റിംഗ് വിത്ത്. അവരുടെ തിങ്കിങ് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ നല്ല ഒരു കാറ്റഗറി ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അവർ തിങ്ക് ചെയ്യുന്നത് ബിഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആ ലെവലിൽ തിങ്ക് ചെയ്യും. അപ്പോൾ ഈ ബോസ്വാല തുടങ്ങിയതുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു കോൺഫിഡൻസ് തുടങ്ങിയത്. മാത്രമല്ല പ്രോപ്പറായിട്ട് എൻ്റെ പ്രോസസ്സെല്ലാം എനിക്കറിയാം. ഇവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ എനിക്ക് എൻ്റെ പ്രോസസ് എല്ലാം പഠിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ആ ഒരു സക്സസ് റേറ്റ് കിട്ടിയത്. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് വേണം അഭിപ്രായം ചോദിക്കാൻ. ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങും, നമ്മുടെ മാമന് കോഴി കച്ചവടമുണ്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് തുടങ്ങുന്നത്. ആ മാമൻ്റെ അടുത്ത് ചോദിക്കണം, മാമ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയായിരിക്കും? കോഴി കച്ചവടം നടക്കടാ, ടെക്സ്റ്റൈലിൽ എന്തിരിക്കുന്നു? അതായത് ആ ബിസിനസ് ചെയ്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെവിടെ വീണു എന്നാണ് പറഞ്ഞു തരുന്നത് ആദ്യം. ഇപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തും നമ്മൾ ചോദിക്കുന്നത് അവരോട് നിങ്ങൾക്ക് എവിടെയാണ് ഫെയിലായത്. സോ ആ ഫെയില്യൂഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സാലറിഡ് ജോലിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിട്ടോ. കാര്യം നമ്മളങ്ങനെ വർക്ക് ചെയ്തിരിക്കണം കുറച്ച് കാലമെങ്കിലും. രണ്ട് കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പൊട്ട സിനിമകൾ നമ്മൾ കാണും. എന്തിനെന്നറിയാം? ഞാൻ കാണും പൊട്ട സിനിമ കണ്ടാലും നമുക്ക് നല്ല സിനിമയുടെ വാല്യൂ മനസ്സിലാവും. ഈ സാധനങ്ങൾ ചെയ്യേണ്ടെന്ന് ആ സാധനം നമുക്ക് മനസ്സിലാവും. നമുക്കിനി ബിസിനസ്സിലോട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഡെയിലി ഓഫീസിൽ പോയി അല്ലാതെ ഒരു മന്ത്ലി ഇൻകം വാങ്ങുന്ന ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഒരു സംരംഭകൻ വ്യത്യസ്തനാകുന്നത്? ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ലൈക്ക് ബോസ് വാല ഡിസയർ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ സാലറി വാല ഡിസയർ. ഇത് രണ്ടാണ്. ഒരാളുടെ ഡിസയറും ഒരാളുടെ എന്താ പറയുക ബോസ് വാല ആറ്റിറ്റ്യൂഡും വേണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു ബിസിനസ് പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആഗ്രഹം വേണം. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം വേണം. ചിലർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. രാവിലെ 9 പോവുക, 5 മണിക്ക് വരിക, 1-ാം തീയതി സാലറി നമുക്ക് കിട്ടും. തുച്ഛമായിട്ട് തുക നമുക്ക് കിട്ടും. പക്ഷേ ആ തുകയിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അയാൾക്ക് ആ ലൈഫായിരിക്കും. സാലറിയുടെ അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഒരു സാലറിഡ് എംപ്ലോയിക്ക് ഒരു പർട്ടിക്കുലറിലും നമ്മൾ ആരും മില്യനേഴ്സ് സാലറിഡ് എംപ്ലോയീസിനെ കണ്ടിട്ടില്ല. ഓൾ മില്യനേഴ്സ് ആർ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺ. വൈ? അത് റിസ്ക് എടുക്കാൻ തയ്യാറായാലും റിസ്ക് ഒബ്വിയസ്ലി റിസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര നാൾ ആ കമ്പനി ഉണ്ടാവും? ലവ് യുവർ ജോബ് നോട്ട് യുവർ കമ്പനി എന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ അതാണ്. സോ നമ്മൾ ഏത് സമയത്തും ഒരു അൺസർട്ടനിറ്റി ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു സാലറിഡ് എംപ്ലോയിക്ക്, ഞാൻ പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യമല്ല, അവർക്ക് പെൻഷൻ വാങ്ങിച്ചിട്ട് കഴിയും. അങ്ങനെ എത്ര രൂപയാണ്? തുച്ഛമായ എമൗണ്ടിൽ. പക്ഷേ ചിലർ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു, പോലീസിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അച്ഛന് കിട്ടുന്ന സാലറി നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു സാധനത്തിനകത്ത് നിന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഫാമിലിക്ക് പോലും, ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഫാമിലിയുടെ ഡിസയേഴ്സും നമ്മുടെ ഇൻകത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ മോൻ്റെ അവൻ്റെ ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടതെന്നുള്ളത് എൻ്റെ ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സാലറിഡ് എംപ്ലോയി ആവണോ ഒരു ഓൺടർപ്രണർ ആവണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന സിറ്റുവേഷൻ അതാണ്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് അവർക്കെല്ലാം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അപ്പം ആ ഒരു രീതിയിൽ ഓൺടർപ്രണർഷിപ്പ് കൂടുന്നുണ്ട്. പിന്നെ ചാനൽസ് ലൈക്ക് ബോസ് വാല ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സാണ് ആ ഓൺടർപ്രണർഷിപ്പിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത്. ഒരു ഓൺടർപ്രണർ ആവാനുള്ള നമ്മളെ കൈപിടിച്ച് നടത്തൂലേ, ബാ ഞാൻ കാണിച്ചു തരാം. കമന്റ്സും കാണാറുണ്ടോ? എന്തെങ്കിലും നമ്മൾ ബിസിനസിന്റെ ഐഡിയാസ് ഇടുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഇപ്പോൾ ചേട്ടൻ തുടങ്ങിയ ആളാണ്, 6 ബിസിനസ്സോളം തുടങ്ങിയ ആളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ കഴിയുന്നത്? റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് വേണം അഭിപ്രായം ചോദിക്കാൻ. ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുന്നു, നമ്മുടെ മാമന് കോഴി കച്ചവടമുണ്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് തുടങ്ങുന്നത്. ആ മാമൻ്റെ അടുത്ത് ചോദിക്കണം, മാമ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയായിരിക്കും? കോഴി കച്ചവടം നടക്കടാ, ടെക്സ്റ്റൈലിൽ എന്തിരിക്കുന്നു? പുള്ളിക്ക് അറിയാവുന്ന അതാണ്. സോ നമ്മളത് അറിയാവുന്ന ആളുടെ അടുത്ത് വേണം ചോദിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒരാളൊരു ബിസിനസ് ചെയ്യുന്നു, അവൻ കിടിലയുടെ ലാഭം ഉണ്ടാക്കുന്നു, നാളെ ഞാൻ ആ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ വർക്കാവില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് അയാൾക്ക് വർക്കാവും. നമുക്ക് എന്ത് വർക്കാവുമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊരു ജെന്യൂൻ ഇൻട്രസ്റ്റ് ആ ബിസിനസ്സിലുണ്ടാവണം. ആ ഇൻവോൾവ്മെൻറ്റ് എങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ആ ബിസിനസ് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ബിസിനസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് സക്സസ് റേറ്റ് കൂടണം എന്നില്ല. ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാം. നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങാമെന്ന് ആദ്യം തുടങ്ങാം. ഇപ്പം ആർക്ക് വേണോ ബിസിനസ് തുടങ്ങാമെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും, ബിക്കോസ് ഓഫ് ബോസ് വാല. ഇതുപോലുള്ള കാര്യം റൈറ്റ് കൈൻഡ് ഓഫ് മെൻറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതായത് ആ ബിസിനസ് ചെയ്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെവിടെ വീണു എന്നാണ് പറഞ്ഞു തരുന്നത് ആദ്യം. ഇപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തും നമ്മൾ ചോദിക്കുന്നത് അവരോട് നിങ്ങൾക്ക് എവിടെയാണ് ഫെയിലായത്. സോ ആ ഫെയില്യൂഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം.
ആ ഫെയിലിയേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാണ് എന്ത് ചെയ്യണം എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഫ്രാഞ്ചൈസി ബിസിനസ് ക്ലിക്ക് ആവുന്ന കാര്യം. ഇപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ഇപ്പം പരിചയമില്ല, അങ്ങനെ ഒരാൾക്ക് ഫ്രാഞ്ചൈസി എടുക്കാം. ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ബ്രാൻഡ് ഉണ്ട്, ആ സാധനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു തരും. അതുപോലെ ചെയ്യാവൂ. അതുപോലെ ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഗ്യാരണ്ടി ഈസ് ദെയർ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കും കൂടി ഇഷ്ടമുണ്ട്. നമ്മളതിൽ ഗ്രൗണ്ട് വർക്കും റിസർച്ചും ഒക്കെ ചെയ്തിട്ട് വേണം ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട്. ചാടിക്കയറി ഇറങ്ങരുത്. നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. പക്ഷേ എല്ലാവർക്കും ബിസിനസ് തുടങ്ങാനുള്ള അവസരം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. കാര്യം ലോൺസിനെ പറ്റി നമ്മൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അറിയാം എന്തുമാത്രം ലോൺസ് ആണുള്ളത്. അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. ഞാനൊരു ആധാർ കാർഡിൽ നിന്ന് ഇങ്ങനെ 2 ലക്ഷം നമുക്ക് ആധാർ കാർഡ് മാത്രം യൂസ് ചെയ്ത് ലോൺ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കുറെ ഇനിഷ്യേറ്റീവ്സ് വന്നു. ഞാൻ കരിസ്മയുടെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്, മുദ്ര ലോണിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് പേർക്ക് ഇതൊക്കെ അറിയാവൂ. പക്ഷേ കുറെ ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ലാഗ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലോൺ കിട്ടാനുള്ള ആ ഒരു സാധ്യതകൾ എത്രയൊക്കെയാണ്? അത് തീർച്ചയായിട്ടും ലോണ് നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ അവകാശമാണ്. 2 കാര്യം, നമ്മുടെ സിബിൽ സ്കോർ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ലോൺ തന്നേ പറ്റുള്ളൂ. ഏത് ബാങ്ക് ആയാലും. ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലയിൻസിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ റെസ്പോണ്ട് കിട്ടും. ബാങ്കുകാരും പേടിയാണ്. ഒരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ റിവ്യൂസ് ഉണ്ട്, അവരുടെ റിവ്യൂസ് അപ്പം തന്നെ നമുക്ക് ചെയ്യാം. സോ ദാറ്റ് നമ്മളിപ്പോൾ പോയിട്ട് വി ഷുഡ് ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട് എനിക്ക് ലോൺ തന്നൂടാ, വൈ, നിങ്ങൾ ആൻസർ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും മടിക്കും. പിന്നെ അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാഷണലൈസ് ബാങ്ക്സിന് പോലും ടാർഗറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇത്ര മുദ്ര ലോൺ ചെയ്യണം, ഇത് കൊടുക്കണം. ആ ബിസിനസ് ലോണിലുള്ള കാര്യങ്ങൾ അവരിലുണ്ട്. നമ്മളവിടെ എത്തണം എന്നുള്ളതാണ്. അതെങ്ങനെ എത്താമെന്നുള്ളത് നമ്മുടെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർക്കിത് അറിയണം. അവർക്ക് അവകാശപ്പെട്ട ലോണ് ഇപ്പോൾ പൈസ ഉണ്ടെങ്കിലേ ബിസിനസ് തുടങ്ങാവൂ എന്നാണ് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ. എൻ്റെ കാശില്ല അതുകൊണ്ട് ബിസിനസ് തുടങ്ങില്ല. 1 രൂപ ഇല്ലാതെയും ബിസിനസ് തുടങ്ങാം. അതെങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ നമുക്ക് ലോൺസ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ അതിനുള്ള പ്ലാനും പ്രോപ്പർ ബിസിനസ് സ്ട്രക്ചറും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് ദ ഫണ്ട്. നമുക്ക് ചെയ്യാം. ഒരു നല്ലൊരു ബിസിനസ് ആശയമാണ് നമുക്ക്. എത്ര പേർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ തന്നെ ഇൻഷുറൻസ് സ്കീംസ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഇൻഷുറൻസ് സ്കീം അടൽ പെൻഷൻ യോജന. ആ പെൻഷൻ യോജന ഞാനിത് തുടങ്ങിയ സമയത്ത്, ഈ പെൻഷൻ യോജന ഡിക്ലെയർ ചെയ്ത സമയത്താണ് ഞാനിത് എടുത്തത് കേട്ടോ. അറൗണ്ട് ഒരു 16 ഇയേഴ്സ് ബാക്ക് ഓർ 14 ഇയേഴ്സ് ബാക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് 600 രൂപ വെച്ചിട്ടാണ് ഞാൻ അടച്ചത്. ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗുഡ് റവന്യൂ. എനിക്ക് മാസം 6000 രൂപ വെച്ച് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്. പക്ഷേ 600 രൂപ കണ്ടിന്യൂസ്ലി അത് കിട്ടാനുള്ള എലിജിബിലിറ്റി ആകും. നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പെൻഷൻ പ്ലാൻ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് പെൻഷൻ പ്ലാൻ എടുത്തു നോക്കിയേ, എത്രയാവും പ്രീമിയം നോക്കിയേ. 12 രൂപയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട്. 12 രൂപയ്ക്ക് 2 ലക്ഷം രൂപ ക്ലെയിം. എത്ര പേർക്ക് അറിയാം? നമ്മളൊരു ടേം പ്ലാൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും പ്രൈവറ്റ് കമ്പനീസിൽ എത്രയായിരിക്കും അതിന് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം? 2 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് 2000 രൂപ നമ്മൾ കൊടുക്കുന്നത് എന്തിന്? അറിവില്ലായ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സോഴ്സസ് എന്താണെന്നുള്ളത് അറിയുക. ഇന്നത്തെ കാലത്ത് ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്, പ്രൊവൈഡഡ് നമ്മുടെ സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ ബിസിനസ്സിനും ഫണ്ടിങ് ഉണ്ട്. ഇനി അത് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഉണ്ട്, സ്ത്രീകൾക്കും SC/ST വിഭാഗത്തിലുള്ളവർക്കും സെപ്പറേറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഓൺടർപ്രണർഷിപ്പിൽ മുന്നോട്ട് വരണം. ധൈര്യമായിട്ട് അവർക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റും. ഈ ഒരു ധൈര്യമാണ് ആർക്കും ഇല്ലാത്തത്. അതെങ്ങനെയാണ്? അല്ല, അത് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ നെസസിറ്റിയാണ്. നമ്മൾ ലിമിറ്റ് ചെയ്യരുത്, നമ്മുടെ തിങ്കിങ് ലിമിറ്റ് ചെയ്യരുത്. തിങ്ക് ബിഗ്. അതാണ് എന്നെ ഈ ഓർഗനൈസേഷനും പഠിപ്പിച്ചത്. ചെറുപ്പകാലത്ത് എനിക്ക് നല്ല സർക്കിൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു സ്കൂളിങ്ങിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ്, ഹൂം വി ആർ അസോസിയേറ്റിംഗ് വിത്ത്. അവരുടെ തിങ്കിങ് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ നല്ല ഒരു കാറ്റഗറി ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അവർ തിങ്ക് ചെയ്യുന്നത് ബിഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആ ലെവലിൽ തിങ്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഈ ബോസ്വാലിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ 6 ബിസിനസ് ഞാൻ തുടങ്ങില്ല. മേ ബി ഒരു ബിസിനസ് തുടങ്ങാതിരിക്കാം, അതിൽ സക്സസ് റേറ്റിന് എനിക്ക് ഒരു ഗ്യാരണ്ടി തുടങ്ങാനുള്ള ഒരു ധൈര്യവും ഒരുപക്ഷെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോസ്വാല തുടങ്ങിയതുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു കോൺഫിഡൻസ് തുടങ്ങിയത്. മാത്രമല്ല പ്രോപ്പറായിട്ട് എൻ്റെ പ്രോസസ്സ് എല്ലാം എനിക്കറിയാം. ഇവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ എനിക്ക് അതിൻ്റെ പ്രോസസ് എല്ലാം പഠിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ആ ഒരു സക്സസ് റേറ്റ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നല്ല റിസർച്ച് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാം ഇപ്പോൾ ബ്യൂട്ടി സലൂൺ തുടങ്ങാനായിട്ട് നമുക്ക് മുദ്ര ലോൺ എടുത്ത് തുടങ്ങാം. എത്രയോ പേർക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാം. അപ്പോൾ അങ്ങനെ കുറേ ഐഡിയാസ് നമുക്ക് ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് കേരളം ആക്ച്വലി മാറി വരികയാണ്. എല്ലാവർക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇങ്ങനെ 9 to 5 ജോലിക്ക് പോകണം താല്പര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നു. ഒന്ന് പ്രഷർ, ഭയങ്കര പ്രഷർ, വീട്ടില് പ്രാരാബ്ദം കാരണം ചിലർ കുടുങ്ങി പോകുന്നവരുണ്ട്. ചില മാനേജേഴ്സ് ഉണ്ട്,
നമ്മുടെ ബോസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ബോസ് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു ബോസായ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ രണ്ടാമത് പഠിച്ച കാര്യം. ഇപ്പം ഞാൻ ടച്ച് വുഡ് 40 എംപ്ലോയീസിന് മേലിൽ ഇപ്പം എൻ്റെ ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഒരു 100 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു 100 പേർക്ക് കൊടുക്കാൻ പറ്റുക. പക്ഷേ എൻ്റെ എംപ്ലോയീസ്, ഞാൻ അവരൊരു ഫാമിലി മെമ്പർ പോലെ. ഇപ്പോൾ ഇന്നലെ എൻ്റെ അവിടുത്തെ ഒരു കുക്ക് വിളിച്ചിട്ട്, സാർ എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്. ഒരാൾ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, ഞാൻ 1 മാസം സാലറി നേരത്തെ ഇട്ടേക്കാം. കാര്യം എനിക്കത് മനസ്സിലായി. ഒരാൾ ആർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ നെയിൽ കട്ടായി, കൈ കട്ടായിപ്പോയി. 3 ദിവസമായിട്ട് പുള്ളി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെയർ ടേക്കറാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട സാലറി ഒന്നും ഞാൻ അവരുടെ കട്ട് ചെയ്തിട്ടില്ല, അവർക്ക് പെയ്ഡ് ലീവാണ്. പക്ഷേ ഇത് നമുക്ക് എവിടെ റീപേ ചെയ്യുമെന്നറിയാമോ? അവരുടെ ഒരു ആത്മാർത്ഥത. നമ്മൾ ഈ കാണിച്ചാൽ മാത്രം കാണിക്കുന്നതല്ല, ജെന്യൂൻലി നമ്മൾ പലയിടത്തും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതറിയാം. അതുകൊണ്ട് അവരുടെ ഫാമിലിയെ മനസ്സിലാക്കുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മളെ എംപ്ലോയീസായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അവരുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളെ കാണുക, അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദർ വിളിക്കുക. അവർ നമുക്ക് വേണ്ടി മരിച്ചു വർക്ക് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട സമയത്ത് നമ്മളും അവരോടൊപ്പം നിൽക്കണം. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സും ഹാപ്പി ആവും. കാര്യം നമ്മൾ നേരിട്ടല്ലോ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നത്, അവരിലൂടെയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. സോ നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആവണമെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കണം. അവരെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ടെൻഷൻ. ഒരു സ്ട്രഗിൾ ഇല്ലാതെ നമുക്കൊരു സക്സസ്സിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിച്ചപ്പോഴും അതുപോലെ തന്നെ അതിനു മുമ്പേയും ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചത് എപ്പോഴായിരുന്നു? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കരിസ്മ, ആക്ച്വലി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പൈസയുടെ വില നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. വിശപ്പിൻ്റെ വില നന്നായിട്ട് അറിയാവുന്നതാണ്, ഭക്ഷണത്തിൻ്റെ വില നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള ജോലികൾ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് സ്റ്റാളിൽ ബുക്ക് വിൽക്കാനായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ കോളേജ് ഡേയ്സിന് മുമ്പുള്ള സമയമാണ്. അതുപോലെ നമ്മൾ പെട്രോൾ പമ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനറി ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സെയിൽസ് പേഴ്സണൊക്കെ ആയിട്ട്. മിമിക്രിയും ഒക്കെ നമ്മൾ ഈ മാട്ട പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റേജിൽ മിമിക്രി ചെയ്യും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഇൻകം സോഴ്സ് ഇനീഷ്യലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പൈസ അറിയാമെന്നുള്ള എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ 1 rupee സേവ്ഡ് ഈസ് 1 rupee ഏൺഡ്. നമ്മൾ 1 രൂപ എവിടെയാണോ സേവ് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി 1 രൂപ ഏൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അവരോട് ഞാനൊരു ബാർഗെയിനിങ് ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശരി, ഒരു 1000 rupees കുറയ്ക്കാം. ആ 1000 rupees അവർ കുറയ്ക്കുന്ന ഈ ചോദ്യം ഇല്ലെങ്കിൽ അതൊരിക്കലും കുറയില്ല. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് സേവ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി 1000 രൂപ ഏൺ ചെയ്തതിന് ഈക്വലൻ്റ് ആണ്. ഇപ്പം ഞാൻ നാപ്തോളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ CEO ഉണ്ട്, അദ്ദേഹം മനു അഗർവാൾ. ഇപ്പോൾ സാർ ഇങ്ങനെ ഒരു കമ്പനിയുടെ CEO ആണ്. നടന്നു പോകുന്ന സമയത്ത് പുള്ളി നോക്കിയപ്പോഴത്തെ ഒരു ടൈല്, ഞാൻ പുള്ളി ഒബ്സർവ് ചെയ്തുകൊണ്ട് കാര്യം, പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക, എല്ലാവരും പണിയെടുക്കണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടത്തമുണ്ട് പുള്ളിയുടെ. പുള്ളി നോക്കിയപ്പോൾ ഒരു ടൈൽ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുക. പുള്ളി നേരെ പോയത് പറഞ്ഞു ഈ ടൈലൊന്ന് മാറ്റണം. അപ്പോൾ തന്നെ പുള്ളി നേരിട്ട് പോയി പറയുകയാണ്. സോ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. ഒരു CEO ഓഫ് ദ കമ്പനി ആ ടൈൽ, കാര്യം നാളെ പുള്ളിക്കാണ് അത് ചെയ്യേണ്ടത്. ഐ മീൻ പുള്ളിയുടെ ആ ഒരു എമൗണ്ട് സേവ് ചെയ്യാനാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഓണത്തിനൊരു ഇത് വന്നപ്പോൾ നമ്മുടെ ഹയർ എൻഡ് മീറ്റിംഗ് വന്ന സമയത്ത് ഓണത്തിന് എന്ത് സെയിലിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു സാർ നമുക്ക് ചെറിയൊരു ഓണക്കോടി, ഒരു മഞ്ഞക്കോടിയില്ല, അത് മലയാളികൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ്സൊക്കെ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് കൊടുക്കുന്ന സമയത്തോ നമുക്ക് ചെറിയ മഞ്ഞക്കോടി നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വാട്ട് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് മഞ്ഞക്കോടി? അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇറ്റ് വിൽ ബി ഹാർഡ്ലി അറൗണ്ട്, നമ്മളിപ്പോൾ ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 രൂപ 2 രൂപയ്ക്കൊക്കെ നമുക്കത് അടിക്കാൻ പറ്റും. 2 rupees യു തിങ്ക് ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ, പുള്ളി 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ ഇത്രയും കണക്ക് വയ്ക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ വേണം ഒരു ബിസിനസ്സായ. 1 രൂപയ്ക്ക് പോലും നമ്മൾ കണക്ക് ചോദിക്കണം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സുധീർ സാറിൻ്റെ എക്സാമ്പിൾ, ഇവിടെ സുധീർ സാറ് പോകുമ്പോഴത്തേക്കും ഈച്ച് ആൻഡ് എവറിത്തിങ് പുള്ളി കണക്ക് ചോദിക്കും. നമ്മളൊരു കോഴ്സിന് പോകുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റുണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മളെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു സിംഗിൾ റൂമിൽ ഒരാൾക്ക് ക്യാമറാമാൻ ഒരു റൂം, ആങ്കറിന് വേറൊരു റൂം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഞാൻ ആ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് പറയും, സാർ വി ഓൾ വിൽ ബി ഇൻ എ സിംഗിൾ റൂം. അപ്പോൾ ഒരു റൂമിൻ്റെ എമൗണ്ടാണ് അവിടെ നമ്മൾ സേവ് ചെയ്യുന്നത്. ഒരു ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം കോസ്റ്റിൽ കുറഞ്ഞു. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം ആ സമയത്ത് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ആസ് എ ക്രിയേറ്റീവ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടും അവിടെ അതെ നമ്മൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് എവിടെയൊക്കെയോ നമുക്കതിൽ ഒരു ഗുണം ഉണ്ടാവും. ഇന്ന് എനിക്കറിയാം, ഞാൻ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയാം ഈ രീതിയിൽ ചെയ്താൽ കോസ്റ്റ് കുറയും എന്നുള്ളത്. കാര്യം ബിക്കോസ് ഐ വർക്ക്, ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സാലറിഡ് ജോലിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിട്ടോ.
കാര്യം നമ്മളങ്ങനെ വർക്ക് ചെയ്തിരിക്കണം കുറച്ച് കാലമെങ്കിലും. എങ്ങനെ ആവാൻ പാടില്ല എന്ന് പഠിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പൊട്ട സിനിമകൾ നമ്മൾ കാണും. എന്തിനെന്നറിയാം, ഞാൻ കാണും പൊട്ട സിനിമ കണ്ടാലും നമുക്ക് നല്ല സിനിമയുടെ വാല്യൂ മനസ്സിലാവും. ഈ സാധനങ്ങൾ ചെയ്യേണ്ടെന്ന് ആ സാധനം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പല ബോസിൻ്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിലും പല ആൾക്കാരുടെ നല്ല ക്വാളിറ്റീസും കിട്ടും, ചീത്ത ക്വാളിറ്റീസ് കിട്ടും. അതിൽ നല്ല ക്വാളിറ്റീസ് നമ്മൾ എടുക്കുക, ചീത്ത ക്വാളിറ്റീസ് നമ്മൾ മാറ്റുക. അങ്ങനെയാണ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഓരോ ക്വാളിറ്റീസ് കിട്ടുമ്പോൾ. ഞാൻ ING വൈസ് എന്ന് പറഞ്ഞ ബാങ്കിൽ ബേസിക്കലി ഞാൻ ബാങ്കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് കിട്ടുന്ന ബോസ് ഉണ്ടല്ലോ, അവരാണ് നമ്മൾ ഷേപ്പ് അപ്പ് ചെയ്തെടുക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്സ്, അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഞാൻ ഒരുപാട് അഡ്വാൻസ് ട്രെയിനിങ് പെയ്ഡ് പ്രോഗ്രാംസ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സെമിനാർസ്, സെഷൻസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫെയിൽ ആവാൻ സാധ്യതയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഒന്ന്, നമ്മുടെ എംപ്ലോയീസിൻ്റെ അട്രീഷൻ. ഒരു എംപ്ലോയി പോകുമ്പോൾ നമ്മൾ ഒരാൾ ഡിപ്പെൻഡൻ്റ് ആവരുത്, ഒരു എംപ്ലോയിയിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവരുത്, അയാളെ ഇല്ലാതിരിക്കുക. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ബാക്കപ്പ് ഉണ്ടാവണം. ഇനി ബാക്കപ്പിനും ഒരു ബാക്കപ്പ് നമ്മൾ കാണണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫെയിലിയേഴ്സ് കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ മുൻകൂട്ടി കാണാനുള്ള ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ പോകുമ്പോൾ ആ എംപ്ലോയി എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ സൈലൻ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അയാൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇഫ് ഹീ ഈസ് നോട്ട് പെർഫോമിങ്, 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ജോലി എടുക്കുന്നവർ. 2, ജോലി എടുക്കുന്നതായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. 3, തരുന്ന ജോലി മാത്രം ചെയ്യും, മറ്റത് എൻ്റെ ജോലിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ എംപ്ലോയീസ് ഏത് കാറ്റഗറിയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ആത്മാർത്ഥതയും ഇതെൻ്റെ ജോലിയല്ല എങ്കിലും മറ്റത് ജോലിയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ എംപ്ലോയീസിന് നമ്മൾ കൂടുതൽ ബെനിഫിറ്റ്സ് കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അതെ, അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് PF കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം എംപ്ലോയീസിന് ആ ബെനിഫിറ്റ്സ് കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊണ്ട് അവർ കുറച്ചുകൂടെ റൺ ചെയ്യിപ്പിക്കുക. പിന്നെ എപ്പോഴും ട്രൂ ലീഡർ ഈസ് മറ്റുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തിയിട്ട് നീയും അതുപോലെ ആവുക, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക. ദാറ്റ് ഇസ് എ ട്രൂ ലീഡർ. അല്ലാതെ നമ്മൾ എംപ്ലോയീസ് എന്നും നമ്മുടെ എംപ്ലോയീസ് ആയിട്ടിരിക്കണം എന്നൊരിക്കലും കാണരുത്. അവർ നമ്മളെക്കാളും ഉയരത്തിൽ വളരണം, അല്ലെങ്കിൽ നാളെ അത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, നമ്മുടെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന സാധനം നമ്മുടെ എംപ്ലോയീസിൻ്റെ മക്കൾക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫോം ആണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും സക്സസ്ഫുൾ ആവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ ഒരു ആൻസർ പറയുന്നതിനിടയിൽ മിമിക്രിയുടെ കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മിമിക്രി. ഓക്കെ, മിമിക്രി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷമായി കേട്ടോ, ഒരുപാട് വർഷമായി ചെയ്തിട്ട്. ചെയ്യാം. ഞാൻ ആരൊക്കെയാ ചെയ്യുന്നേ? ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വേണമെങ്കിൽ സുരേഷേട്ടൻ ചെയ്യാം. സുരേഷേട്ടൻ, നസീർ, പ്രേം നസീർ, ഉമ്മർ, ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്ഥിരം രീതി. അന്ന് പണ്ടത്തെ ഇതാണ്. എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ചെയ്യാം. ഓക്കെ, പ്രേം നസീറിന് ചെയ്യാം. എന്തായാലും ഇവിടെ വന്ന് കരിഷ്മയെ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. ബോഷ്വാലയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു കരിഷ്മ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. മണ്ടിപ്പെണ്ണി ഇങ്ങനെ അടിപൊളി, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? ശരിയായി. താങ്ക് യു. ഒരെണ്ണം കൂടെ ഒന്നുകൂടെ നമ്മുടെ സുരേഷ് ചേട്ടൻ സംസാരിച്ചു നോക്കട്ടെ. ഒരുപാട് നാളെ ചെയ്തിട്ട്. കരിഷ്മ എന്താ സംസാരിച്ചേ? അല്ല, ആരാന്ന് വിചാരിച്ച സംസാരിച്ചേ? സൂക്ഷിച്ച് സംസാരിക്കണം. വേണ്ട, ആവശ്യമില്ലാത്ത ചോദ്യം. ഇത് ചേട്ടൻ മനപ്പുറം ചോദിക്കണമെന്ന് വിചാരിച്ചെന്ന് മിമിക്രി ചെയ്തു പറഞ്ഞു. അയ്യോ, ചെയ്ത പോലെ ഉണ്ടല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. രണ്ടും കുറെ നാളായി ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഒരു പാഷൻ ഈ ആക്ടിങ് ഒക്കെയാണ്. അപ്പം അത് നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ വരുമ്പോൾ ചെയ്യും. താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. ഒന്നിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ചേട്ടൻ്റെ ജീവിതത്തിൽ ആ ഒരു റോൾ മോഡൽ ആരാണ്? ഐ എം വെരി ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് നല്ല കുറേ ലീഡേഴ്സിനോടൊപ്പം. സോ അവരെല്ലാവരും എൻ്റെ റോൾ മോഡൽസാണ്. ഇപ്പം ഞാൻ
സ്റ്റാർട്ടിങ് ഫ്രം എൻ്റെ ബാങ്കിങ് സെക്ടർ തുടങ്ങിയ സമയത്ത് സ്വാതികുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാനേജറാണ്, ഇമേജ് ദിബാസ് ഉണ്ടായിരുന്നു. സോ പുള്ളിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പുള്ളി ഒരു നമ്മുടെ ഈ SWOT അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്ന് പുള്ളി പറയും. നമ്മൾ എവിടെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പറയും, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടിരിക്കുക, നിനക്ക് എന്താണ് നിൻ്റെ സ്ട്രെങ്ത്, എന്താണ് നിൻ്റെ വീക്ക്നെസ്, എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ് എന്നുള്ളത് നോക്കിയിട്ട് എവറി ഇയർ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നേ വരെ എല്ലാ വർഷവും ഞാൻ ആ SWOT അനാലിസിസ് ചെയ്യാറുണ്ട്. അത് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു റോൾ മോഡലാണ് സുധീർ സാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാര്യം അത്രമാത്രം ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് CEO ഇത്രത്തോളം, ഞാൻ വിചാരിക്കുന്ന CEOയുടെ പണി കുറയും, കാര്യം ബാക്കിയുള്ളവരെ കൊണ്ട് പണി കഴിപ്പിച്ചാൽ മതിയല്ലോ എന്നൊരു തോട്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് പുള്ളി വരുന്നത് രാവിലെ 7 മണിയാകുമ്പോൾ വരും, പുള്ളി രാത്രി 10 മണി വരെ ഇവിടെ നിന്നിരിക്കും, അതിനുശേഷം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ CEO എന്ന് പറഞ്ഞാൽ ഒരു ബാലേന്ദ്ര മേനോൻ കഥ, തിരക്കഥ, സംഗീതം, സംഭാഷണം, അഭിനയം ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നൊരു മനുഷ്യനെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. പിന്നെ സച്ച് ആൻ ഇൻസ്പയറിങ്. ഒരു 5 മിനിറ്റ് സാറിൻ്റെ അടുത്ത് നമ്മളിപ്പം, എനിക്കൊരു ഭാഗ്യമുണ്ട്, കാര്യം നമ്മൾ കോഴ്സിൻ്റെയൊക്കെ റിവ്യൂ അദ്ദേഹം നേരിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു 6 മണിക്കൂറൊക്കെ നമ്മൾ ഇരുന്ന് വേണം പ്രിവ്യൂ ചെയ്യാൻ. ഈച്ച് ആൻഡ് എവറിത്തിങ് മലയാളം അറിഞ്ഞൂടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ, പക്ഷേ പുള്ളി കറക്റ്റാ പൊക്കും. വാട്ട് യു സെഡ് ദേർ ഇങ്ങനെ ചോദിച്ചിട്ട് പുള്ളി, അപ്പം ഞാൻ പറയാം സാർ ഇത് എങ്ങനെയാണ്, അത് തെറ്റല്ലേ? ഞാൻ സാർ യെസ് കട്ട്. എനിക്കും ഇത് പറ്റിയിട്ടുണ്ട്. ഞാൻ മലയാളം അറിയില്ല, കോൺഫിഡൻസിൽ വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ട് ഒരു രക്ഷയില്ല. അതുക്കും മേലെയാണ്. അപ്പം അവരൊക്കെ ഈ ഒരു പൊസിഷനിലായതിൻ്റെ റീസൺ അതുകൊണ്ടാണ് കരിഷ്മ. കാര്യം നമ്മളിപ്പം ഞാൻ CEO മറ്റേ മനു അഗർവാൾ സാറിൻ്റെ കാര്യം പറഞ്ഞു, നാപ്തോൾ കോടികളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. നാപ്തോളിന് ബാക്കിയുള്ള ആൾക്കാർ പുച്ഛിക്കും, പക്ഷേ കംപ്ലീറ്റ് ഹോം ഷോപ്പിംഗ് ചാനൽസും പൂട്ടിപ്പോയപ്പോൾ ദിസ് ഇസ് ദ ഓൺലി കമ്പനി വിച്ച് സർവൈവ്. മാത്രമല്ല ഇന്നും പ്രോഫിറ്റബിൾ ആണ്. അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ 135 കോടി ഒരു സിനിമയുടെ സാധനം ആണ് അവിടെ ഒരു ദിവസം അവർ സെല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിരിക്കുന്നു, പക്ഷേ ഇന്നും പലരും ഈ നമ്മൾ കളിയാക്കുന്നവരാണ് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അല്ല ഞാൻ പറയുന്നതാ, നമ്മളവരെ കളിയാക്കും ഡെയിലി. അവരുടെ അക്കൗണ്ടിൽ നമ്മൾ കളിയാക്കുന്നത് കൊണ്ടും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടും നമ്മളെ തെറി വിളിക്കുന്നത് കൊണ്ടും അവരുടെ അക്കൗണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കാണും. അപ്പോൾ അവരാണോ ബുദ്ധിമാന്മാർ, നമ്മളാണോ മണ്ടന്മാർ? അവർക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. അതെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഇൻസ്പയർ ചെയ്ത ആൾക്കാർ ഡെഫിനറ്റ്ലി സുധീർ സാറിനെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോൾ മോഡലാവും. അദ്ദേഹം രാവിലെ വരുമ്പോഴും ഭയങ്കര എനർജി ലെവലാണ്. ഹിസ് എനർജി വിൽ ബി വെരി ഹൈ. അതേസമയം പുള്ളി ഒരാളെ റീഡ് ചെയ്യാൻ ഈസ് എ വെരി പെർഫെക്റ്റ് പേഴ്സൺ. നമുക്കത് ബിസിനസ്സിൽ ആവശ്യമാണ്. നമുക്ക് നാളെ ആ എംപ്ലോയി എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നാളെ നമ്മുടെ ബിസിനസ് എങ്ങനെ പോകും എന്നുള്ളതിൽ. പിന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു തമ്പ് റൂളുണ്ട്. നമുക്കൊരു ബിസിനസ് വർക്കാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോണ്ട് ഡ്രാഗ് ഇറ്റ്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളിത് നാളെ രക്ഷപ്പെടും, മറ്റന്നാൾ രക്ഷപ്പെടും, അത് കഴിഞ്ഞ് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ ആ ബിസിനസ് വർക്ക് ചെയ്യില്ലായിരിക്കും, വേറൊരു ബിസിനസ് വർക്ക് ചെയ്യാം. അപ്പോൾ അതും ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. കാര്യം ഇപ്പോൾ ഒരു വേർട്ടിക്കൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യില്ല, ഇമ്മീഡിയറ്റ്ലി അത് ചേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്, സോ ദാറ്റ് കമ്പനി ലോസിലേക്ക് പോവില്ല. കമ്പനി ബാലൻസ് ചെയ്യാൻ പറ്റും, കമ്പനി ലോസിലേക്ക് പോകാൻ പറ്റില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഓൾ കമ്പനീസ് വിൽ ഗോ ഫോർ ലേ ഓഫ്സ്, കോസ്റ്റ് കട്ടിങ് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേ. നമുക്കിപ്പോൾ എംപ്ലോയീസ്, ഇപ്പോൾ എൻ്റെ നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്യുന്ന 40 പേരുണ്ട്. പക്ഷെ നാളെ എനിക്കൊരു കോസ്റ്റ് കട്ടിങ് വരുന്ന സമയത്ത്, എൻ്റെ ബിസിനസ് ഡൗണിൽ വരുന്ന സമയത്ത് ഐ ഹാവ് ടു ഡു കോസ്റ്റ് കട്ടിങ്. അപ്പോൾ എവിടെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും? ഒരാൾക്ക് ഞാൻ 25,000 സാലറി കൊടുക്കുന്ന സെയിം ജോബ് ഇഫ് എ പേഴ്സൺ ക്യാൻ ഡു ഫോർ 15,000 rupees പെർ മന്ത്, ഞാൻ ഡെഫിനറ്റ്ലി അതിലോട്ട് പോകും. അപ്പോൾ അത് കോസ്റ്റ് കട്ടിങ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് നമ്മുടെ ബിസിനസ് നമുക്ക് കൊണ്ടുപോകാൻ അതൊരു നീഡഡ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സാലറീഡ് ആയിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും പാരലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡു സംതിങ് ഫോർ യുവർ സെൽഫ്. നാളെ നിങ്ങൾക്ക് ഒരു അൺസർട്ടനിറ്റി വന്നു. കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് പേര് എന്തെല്ലാം ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് മേക്കിംഗ്, ഞാൻ കരിഷ്മയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, കരിഷ്മ ചെയ്തിട്ടുള്ള വീഡിയോസ്, കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസ്. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നിസാരം നമ്മുടെ ചക്കക്കൂര് ഒരു ബിസിനസ് ആക്കാം, ചക്ക ചിപ്സ്, അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഫാമിംഗ് ഉണ്ടല്ലോ. എനിക്ക് കൃഷിയോട് പുച്ഛമായിരുന്നു, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായ സീരിയസ്ലി കൃഷി എന്റെ ലൈഫിൽ ഞാൻ ഈ വെജിറ്റബിൾ ഷോപ്പൊക്കെ വെക്കുമ്പോൾ പാവം അവര് കഷ്ടപ്പെടും, പക്ഷെ ഇപ്പൊ മനസ്സിലായി ഞാൻ സത്യം അതാണ്. പിന്നെ ഈ അവക്കാഡോ കൃഷി എല്ലാം അതിന് ബിസിനസ് ആക്കി മാറ്റിയ വൻ പ്രോഫിറ്റ് ആണ്. നമുക്കൊന്നും നമ്മളുടെ അറിവില്ലായ്മയാണ് സത്യം പറഞ്ഞ നമ്മൾ വിജയിക്കാത്തതിന്റെ. നമ്മുടെ യങ്സ്റ്റേഴ്സ് കൃഷി എന്ന് പറയാൻ, ഒരു കൃഷിയിൽ താല്പര്യമുള്ള എത്ര പേരുണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ? ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ കൃഷി ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിലും മക്കളെ ഒരിക്കലും കൃഷിയിലോട്ട് പോകാൻ അവര് വിടില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഫാമേഴ്സിന് പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നു, എത്ര രൂപ അവരുണ്ടാക്കുന്ന മനസ്സിലാവും. നമ്മള് അതിന് കിട്ടുന്ന സബ്സിഡി, അതിന് കിട്ടുന്ന ലോൺസ്,
ഇതൊക്കെ പിന്നെ ഫാർമേഴ്സിനും അതിനെങ്ങനെ ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ള നോളജ് ഇല്ല, അതും ഒരു പരാജയമാണ് അവർക്ക് അതിനെക്കുറിച്ച്. അല്ല, അത് ബേസിക്കലി ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ റോള് വരുന്നത്. ഇപ്പോൾ ഫാമേഴ്സിന് ഐഡിയ ഉണ്ടാവില്ല അതെങ്ങനെ ബിസിനസ് ആക്കി കൊണ്ടുപോകണം എന്നുള്ളത്. അതൊരു പ്രൊഫഷണൽ കമ്പനി പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടുന്നത്? അത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു ഫാമേഴ്സ്. കാര്യം സുധീർ സാറൊക്കെ നടത്തിയിട്ടുള്ള ഫിഷർമെൻ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യകൃഷി ചെയ്യുന്നവരുടെ ഒരു സമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദ ബിഗസ്റ്റ് ഇവൻറ്റ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ആ ഇവൻറ്റിലൊക്കെ വന്ന ആൾക്കാർ ഫാമേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞൊരു അവരുടെ മനസ്സിൽ നിന്ന് കിട്ടുന്നൊരു നന്ദിയുണ്ട് നമ്മൾ ആ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും. അപ്പം സാറിനോടൊക്കെ അത് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പലരുടെ ഫേസും നമുക്കത് കാണാം. യു ചേഞ്ച് മൈ ലൈഫ് എന്ന് അവർ ഇൻഡയറക്റ്റ്ലി ആ കണ്ണുകളിലൂടെ പറയും. ഒരാളെ നോക്കുമ്പോൾ അത് മനസ്സിലാവും. സോ അങ്ങനെ നമുക്കൊരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്പാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. എത്ര കൂടുതൽ ആൾക്കാരെ നമുക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റും. നമ്മളൊരു റോൾ മോഡലായി മാറണല്ലേ മറ്റുള്ളവർക്ക്. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ലോകത്ത് ആരുമില്ല. സി, എവ്രിബഡി ഹാസ് എ വീക്കർ സൈഡ്. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ ദൈവങ്ങളായി പോകും. ദൈവങ്ങളല്ല ആരും. ഇപ്പോൾ ഒരാൾക്കൊരു നല്ല സൈഡും ഉണ്ട്, ഒരാൾക്കൊരു മോശം സൈഡും ഉണ്ട്. പക്ഷെ നമ്മൾ അയാളുടെ നല്ല സൈഡ് എന്താണെന്നുള്ളത് നോക്കുക, നല്ല സൈഡ് എന്താണെന്നുള്ളത് സംസാരിക്കുക. അപ്പോൾ ആ നല്ല സൈഡ് കണ്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഗുണമുണ്ടാവും. നമ്മളത് ഗ്രാസ്പ് ചെയ്യുക. നെഗറ്റിവിറ്റി ഉണ്ടാവും, അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുക. നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ നിൽക്കുക, അവരോടൊപ്പം വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, മുല്ലപ്പൂവും പിടിയേറ്റ് കിടക്കും കല്ലിനുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൊലീഗ്സും നമ്മുടെ സർക്കിളും നമ്മുടെ ഫ്രണ്ട് സർക്കിളും ഒക്കെ അത്തരത്തിൽ പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുന്ന ആൾക്കാരും ആയിക്കഴിഞ്ഞാൽ ലൈഫ് ഈസ് സോർട്ടഡ്. പിന്നെ ഒന്ന് ഹാപ്പിനെസ് ലെവലുണ്ട്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, നമ്മുടെ പാഷനായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യണത്. ചിലരൊക്കെ ഒട്ടും ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാവിലെ വരുന്നതന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇന്ന് വൈകുന്നേരം എത്ര മണിയാവും, ഏതൊരിക്കും സമയം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ചില കമ്പനീസ് ഉണ്ടല്ലോ, നമുക്ക് പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പം 9 മണിക്കൂർ ജോലി ചെയ്യണം അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറയുന്ന ചില ബിസിനസ് കമ്പനീസോ അല്ലെങ്കിൽ ചില കമ്പനീസോ ഉണ്ട്. അല്ല, നിങ്ങൾ 1 മണിക്കൂർ ചെയ്യാനുള്ള ജോലി നിങ്ങൾ ചെയ്താൽ മതി, ആ ദിവസത്തെ ടാസ്ക് നിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഫ്രീ. അങ്ങനെ പറയുമ്പോഴത്തേക്കും അവരുടെ ഈ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടും, അവർക്ക് അവരുടെ ഹാപ്പിനെസ് ഉണ്ടാവും. ശരിക്കും ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയി ആണ് പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ആ ഒരു എംപ്ലോയി ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ 100% ഉറപ്പിച്ച് പറഞ്ഞോ ആ ഫേം. ഇന്ത്യയിലെ വർക്ക് കൾച്ചർ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ചെയ്യാവുന്ന ജോലി ഒരു ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ 9 മണിക്കൂർ ഇങ്ങനെ ഈച്ചടിച്ചിരുന്നു. നമ്മൾ ഈ ടെക്നോ പാർക്കിലൊക്കെ കമ്പനീസിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ അന്തം വിട്ടു. അവിടെ ഒരു വലിയ ഹാള്, കുറച്ച് സമയം വർക്ക് ചെയ്തിട്ട് അവർ പോയി ജോളിയായിട്ട് പോയി ക്ലബ്ബ് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എ ക്ലബ്. അവിടെ പോയി നമ്മളൊരു ബ്രേക്ക് എടുക്കണം. ഏത് ജോലിയിലായാലും നമ്മൾ ഇരുന്ന് ജോലി ചെയ്താലും ടേക്ക് എ ബ്രേക്ക് ഫോർ 10 to 20 minutes. ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടത്തേ ഉള്ളൂ. എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻ എ ക്രിയേറ്റീവ് സീറ്റ്. നമ്മൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ദേ നീഡ് സം ക്രിയേറ്റിവിറ്റി. മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനിപ്പോൾ കുറേ കമ്പനീസിൽ ബിസിനസ് കരിസ്മ തുടങ്ങിയില്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും, ഞാൻ ഇൻക്ലൂഡിങ് എല്ലാവരെയാണ് പറയുന്നത്. ഇവിടെ ഒരാൾ 1 വർഷം വർക്ക് ചെയ്തിട്ട് ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫെയിലിയർ. കാര്യം ഇത്രയും മൾട്ടിപ്പിൾ ബിസിനസ്സസ് പഠിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഓർഗനൈസേഷനിലല്ലാതെ വേറെ ഓർഗനൈസേഷൻ ഇല്ല. കോമ്പറ്റീഷൻ ഇല്ല, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല. മനസ്സിലായില്ലേ? അത്രയും ഐഡിയാസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴായിരിക്കും നമ്മളിത് ആലോചിക്കുന്നത് നമ്മൾക്ക് എന്തെല്ലാം മിസ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ഇറ്റ് വിൽ ബി ലേറ്റ്. സമയവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. തുടങ്ങ് ഒരു ബിസിനസ് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. ദർ ഇസ് നോ റൈറ്റ് ടൈം ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു, ഈ ബിസിനസ് ചെയ്യുന്നു, നമ്മളതിൻ്റെ പ്ലാൻ നോക്കുന്നു, നമുക്കതിൻ്റെ സക്സസ് റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നമുക്കത് ഇഷ്ടമെന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ഇറ്റ്. തുടങ്ങി വെക്കുക. ആ തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആലോചിച്ച് പല ആൾക്കാരും അത് തുടങ്ങാതിരിക്കും, പിന്നെ അവസാനിച്ച് അപ്പോൾ അതുകൊണ്ട് ഏത് ബിസിനസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ് നിങ്ങൾ തുടങ്ങുക. ആ തുടങ്ങിയിട്ട് ആ ഏർണിങ്സ് വെച്ച് അടുത്ത ബിസിനസ് തുടങ്ങുക. ഇറ്റ് ഷുഡ് ബി എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. എല്ലാം കൂടെ ചെയ്തിട്ട് വലിയൊരു എല്ലാവരും ബോസ് ആവുക. ബി ദ ബോസ്. ഒരു ബോസ് വാല ഡിസയർ, ബോസ് വാല ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. അത് നല്ലതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. നാളെ നമുക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യണം, മറ്റൊരാൾ പ്രഷറൈസ് ചെയ്ത് വർക്ക് ചെയ്യണം. ഇന്ന് എനിക്ക് രാവിലെ ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് എണീക്കാം. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് എണീക്കാം. പണ്ടൊന്നും എനിക്ക് പറ്റില്ല. 3 മണിക്ക് എണീറ്റ് ട്രെയിനിൽ ഞാൻ പോയി ഷൂട്ടിന് പോകും.
കാര്യം എനിക്കവിടെ 9 മണിക്ക് എറണാകുളത്ത് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് രാവിലെ 3 മണിക്ക് എണീറ്റ് ഞാൻ പോവും. ആ സമയത്ത് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയം ഷൂട്ട് കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ. ഇനി അതിനിടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ വിളിക്കുമ്പോൾ എനിക്ക് പോകും. നമ്മുടെ സമയം മറ്റുള്ള ഒരാൾ കൺട്രോൾ ചെയ്യുന്നതിലും പരിതാപകരമായ ഒരു അവസ്ഥ ഈ ലോകത്തില്ല. ആ അവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് പേഴ്സണായിട്ട് മാറണം. നമുക്കൊരു രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോകാൻ പൊയ്ക്കൂടെ? എന്ത് രസമാണ് രാവിലെ ഒരു മോർണിംഗ് വാക്ക്. ഒരു ബുക്ക് വായിക്കണം എന്ന് തോന്നുകയാണ്, വായിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. 1 മണിക്കൂർ നടക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ കളിക്കണം എന്ന് തോന്നുന്നു, അവനെ ഒന്ന് കളിപ്പിക്കണം എന്ന് തോന്നുന്നു. ഇന്ന് പലർക്കും ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ ജോലിക്ക് രാവിലെ പോവും. കുട്ടികൾക്ക് ആ ഒരു സ്നേഹം എന്നുള്ള സാധനം അല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമോ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സമയം, ദാറ്റ്സ് എ ക്വാളിറ്റി ടൈം. അത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആ സമയം നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, എല്ലാവരും പോകുന്നത് നമുക്ക് ജീവിക്കാനാണ്. EMIs ഉണ്ട്. അപ്പോൾ അതെല്ലാം അടയ്ക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഈവൻ ജോലി ഇഷ്ടമില്ലെങ്കിലും പോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നുള്ളതല്ല. രാവിലെ 99% ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഇഷ്ടമില്ലെങ്കിലും പോയി എന്തൊക്കെയോ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അംബാനിയും അദാനിയും ആൾക്കാർ, അവർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഇതുപോലെ രാവിലെ പോയി, അയ്യോ ഇത് ശരിയായില്ല, രാവിലെ ഇപ്പോൾ പോയില്ലെങ്കിൽ ഇല്ല, അവരും മീറ്റിംഗ് അപ്പുറത്ത് മാറ്റും. അവരുടെ ടൈമിനാണ് മണി. അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അപ്പുറത്ത് പോകുന്നത്. അവർക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ? അവരുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്. അത് കാശിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ചിലർ പറയും കാശൊന്നും അല്ല. കാശിന് കാശ് തന്നെ വേണം. കാശിന് കാശ് തന്നെ വേണം, സത്യം. അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. കാശില്ലാത്ത സമയത്ത് നമുക്ക് വേറെ ആരും കാണൂല. കാശുള്ള സമയത്ത് ഉള്ള ഡിഫറൻസ് ഫ്രണ്ട്സ് എന്തും എല്ലാം കാശുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ഈസ് കാശാണ്. കാശില്ലെങ്കിൽ ഒന്നുമില്ല, കാശല്ല എല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വാട്സപ്പ് സ്റ്റേറ്റസ് കാണും. അത് സ്റ്റോറി ഇടാനേ കൊള്ളാവോ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കാശുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ്, നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് അവരുടെ ഒരു ഡിസയറും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർ അവർ സെൽഫ്, നോട്ട് ഫോർ അവർ സെൽസ്, ഫോർ അവർ ഫാമിലി. അവരുടെ ഡിസയേഴ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ശരിക്കുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നേടത്തുള്ളൂ. അല്ല നമ്മുടെ ആവശ്യവും നമ്മുടെ വാലറ്റും മാത്രമല്ല, എപ്പോഴും നമുക്ക് ഇന്ത്യയിൽ ബാലൻസ് എത്ര രൂപ ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരരുത്. അത് വരാത്ത മൊമെൻ്റ് ഏതാണോ അപ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ അക്വയർ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും പൂർണ്ണമായിട്ടും. എപ്പോഴും ആ ഒരു തോട്ടിൽ നമുക്ക് തിങ്ക് ചെയ്യേണ്ടി വരില്ല. പൈസ ഉണ്ടോ, ബില്ല് നോക്കാതെ അല്ല, ബില്ല് നോക്കണം, അതിൽ ഓഫർ ഉണ്ടോ എന്ന് നോക്കണം, അതിന് എക്സ്ട്രാ ബാർഗെയിൻ ചെയ്യണം. ബട്ട് നമ്മുടെ കയ്യിൽ കാശുണ്ടെന്നുള്ള അറിയണം. എന്നാലും നമ്മൾ ഈ ശീലം ചെയ്യണം. ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ഗ്രോത്ത് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി എന്നർത്ഥം ധൂർത്തടിക്കുക എന്നുള്ളതല്ല. അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പണ്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുമെങ്കിൽ, ഇഫ് യു ക്യാൻ ട്രാവൽ ത്രൂ ബസ്സിൽ ട്രാവൽ, എന്ത് രസമാണ് KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അതിലിരുന്ന് ബാക്കിയുള്ള സ്ഥലം കണ്ട് പോകുന്നത് ഏതൊരു BMW മെർക്കിൻ്റെ പുറകെ ഇരുന്ന് കിട്ടുന്ന സുഖമല്ല. KSRTC ബസ്സിനകത്ത് കയറിയിരുന്ന് പോകുമ്പോൾ ഒരു സുഖം തന്നെയാണ്. അത് നമ്മൾ ചെയ്യണം. നമ്മളിപ്പം കാശുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേ ചെയ്യുള്ളൂ, ട്രാവൽ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് സമയമുണ്ട്, നമുക്ക് അത്ര റീച്ച് ചെയ്യണ്ടില്ലെങ്കിൽ നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുക. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, എക്കണോമിക് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാം. ട്രെയിനിൽ പോകേണ്ട സ്ഥലത്ത് ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകേണ്ട സ്ഥലത്ത് ബസ്സിൽ തന്നെ പോകാം. ഫ്ലൈറ്റ് നീഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കൺസിസ്റ്റൻ്റ്. ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, എത്ര പേരുടെ ലൈഫ് മാറി. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്ക് നാളെ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ ഇപ്പോൾ എന്താണ് പറയുക, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ, നാളെ ഒരു വാറ് വന്നാൽ തീർന്നു. നമ്മളിതുവരെ സമ്പാദിച്ചു വെച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സ്ട്രഗിളാണ്. അപ്പോൾ അതൊക്കെ വരും എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ഇത്ര സേവിങ്സ് നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മുടെ FD ആയിട്ട് നമ്മുടെ സേവിങ്സ് ഉണ്ടാവണം. നമ്മൾ സ്ഥലം വാങ്ങിച്ചിടുന്ന റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചിടുന്ന സേവിങ്സ് ഉണ്ടാവണം. ഗോൾഡ് ഓബ്വിയസ്ലി, ഗോൾഡ് സത്യം. ഞാൻ ടച്ച് വുഡ്, എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഗോൾഡ് കിട്ടിയപ്പോൾ 1 പവൻ പോലും ഞാൻ കൊണ്ട് വിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെയൊക്കെ ഗുണം പിന്നീട് നമ്മൾ അറിഞ്ഞു. കാര്യം ആ സാധനത്തിന് അന്നത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും എത്രയാണ് ഗോൾഡിൻ്റെ. സോ അത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ ചെയ്യുമ്പോൾ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരെല്ലാം ചെയ്യുന്നത് ഓരോ ബർത്ത്ഡേക്കും അവർക്ക് ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് എൻ അസെറ്റ്. അതേസമയം അവർക്കൊരു ലക്ഷറി കാറോ അങ്ങനെയുള്ള സാധനം വാങ്ങിച്ചു കൊടുത്ത് ദാറ്റ് ഈസ് നോട്ട് എൻ അസെറ്റ്. അത് നാളെ കഴിയുമ്പോൾ അത് പോവും. അപ്പോൾ ആൾക്കാരെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക. നമ്മുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക. നാളെ നമുക്ക് എത്രത്തോളം സേവിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ആരുടെ മുമ്പിൽ ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു പോയാൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ കാണും വാട്സാപ്പിലൊക്കെ, പിന്നെ ആൾ അസുഖം നല്ല ലെവലിലിരുന്ന ആൾക്കാർ പോലും അവർക്ക് നല്ല ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന തന്നെ ആൾക്കാരാണ്. അപ്പം ഒരു കുഞ്ഞിൻ്റെ അസുഖം വന്നത് റെയർ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ദേവേർ കറോർപത്തീസ്, മില്യനേഴ്സ്, മൾട്ടി മില്യനേഴ്സ് ആയിരുന്നു അവർ. എല്ലാം പോയി ഈ ഒരൊറ്റ കോസ്റ്റിൽ. അവസാനം ആ ഒരു ഡൊണേഷന് വേണ്ടിയിട്ട് അവർക്ക്
ഒരുപാട് ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഫിനാൻസ് ആയിരിക്കും നമുക്ക് സേഫ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോവാം, സാധാരണ ഹോസ്പിറ്റലിലും പോവാം. അപ്പോൾ ആ ഒരു കംഫേർട്ടും നമ്മുടെ ഫാമിലിക്കും കംഫേർട്ട് കൊടുക്കാൻ പറ്റുന്നത്ര ഇൻകം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്നാലത് മറ്റേ പിശുക്കി ഉണ്ടാക്കുന്നതല്ല. മണി ഈസ് ഫോർ സ്പെൻഡിങ്. നമ്മൾ സ്പെൻഡ് ചെയ്യണം, റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ആരംഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കുന്നത്? അതിന് വേണ്ട ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വേണ്ടത്? എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും? പ്രൊഡക്ഷൻ ഹൗസ് ആക്ച്വലി നമ്മൾ മീഡിയ ഹൗസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മീഡിയ ഹൗസിന് കീഴിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷൂട്ടഡ് സൈറ്റ്സ് വരുന്നത്. നമ്മുടെ റോഡ് ടു എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ പേര്, ഫിലിം പ്രൊഡക്ഷൻ്റെ പേര്. ടെലിവിഷൻ പ്രൊഡക്ഷൻ സരോവർ പ്രൊഡക്ഷൻ എന്ന പേരിലാണ് നമ്മൾ ടെലിവിഷനും OTT പ്ലാറ്റ്ഫോംസിലും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ഒറ്റ ഇതിനാണ് എല്ലാത്തിൻ്റെ ബഡ്ജറ്റിങ് വരുന്നത്. സോ ദാറ്റ് നമുക്ക് ബഡ്ജറ്റിംഗ് അവിടെ സേവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ സോ ഫോർച്ചുനേറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന തമിഴ് മൂവി ജയമോഹൻ സാർ, റൈറ്റർ ജയമോഹൻ സാർ, നമ്മുടെ ഞാൻ കടവുളും പൊന്നിയൻ സെൽവൻ്റെയൊക്കെ റൈറ്ററാണ്. അദ്ദേഹം തഗ് ലൈഫ്, ഇപ്പോൾ കമൽഹാസൻ്റെ തഗ് ലൈഫ് അതൊക്കെ ചെയ്ത അദ്ദേഹം. ഇപ്പം ജയമോഹൻ സാർ പറഞ്ഞു നമ്മുടെ പ്രോജക്റ്റ് ഒരു ചെറിയ പ്രോജക്റ്റാണ്. തമിഴിൽ നമ്മൾ എന്തുകൊണ്ട് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് സേഫറായിട്ട് തോന്നി. ആക്ട്രസ് പ്രിയങ്ക നായരാണ്, കലയരസൻ എന്ന് പറഞ്ഞ ആളാണ് മെയിൻ ആക്ടറായിട്ട് വരുന്നത്. രാജാ സാറിൻ്റെ 8 പാട്ടുകൾ അതിലുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സെല്ലിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ. ആ 8 പാട്ടുകൾ നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മളും ബിഗിനേഴ്സാണ്. ബട്ട് നമ്മൾ സേഫർ സൈഡ് നോക്കിയതെന്ന് പറഞ്ഞാൽ വൈ തമിഴ്, നമ്മൾ മലയാളികളായിട്ട് നമ്മൾ എന്തുകൊണ്ട് തമിഴിൽ ഒരു പടത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റും അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഈവനും ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ബ്രേക്ക് ഈവൻ, നമുക്ക് ലാഭം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മൾ ചിലവാക്കുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രിലിമിനറി തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്ട്സ് മാത്രമേ നമ്മൾ എടുക്കാവൂ. എന്നാൽ ഈ പ്രോജക്ട്സ് നമുക്ക് 100% അങ്ങനെ ആവും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിലർ ചോദിക്കും. പക്ഷേ മിനിമം ഗ്യാരണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ ഇളയരാജ സാറിൻ്റെ രാജ സാറാണ് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ്സ് തന്നെ നമുക്ക് ഈ 8 പാട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ സാറിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് നമുക്ക് കോപ്പിറൈറ്റ്സ് കിട്ടും. അപ്പോൾ ഓഡിയോ കോപ്പിറൈറ്റ്സ് നമുക്ക് കിട്ടും. അതിനുശേഷം OTT പ്ലാറ്റ്ഫോം നമുക്ക് കൺഫേം ആണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റിംഗ് നമ്മൾ ഇപ്പം ഒരു 3 ദിവസത്തെ ഒരു ഫെസ്റ്റിവൽ, ആ ഏരിയ നടക്കുന്ന ഫെസ്റ്റിവൽ നമ്മളൊരു സെറ്റ് ഇടുകയാണെങ്കിൽ ഒരു 1.5 കോടി രൂപയാവും. നമ്മൾ ചെയ്തത് എന്താണ്, ആ ഫെസ്റ്റിവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ആക്ച്വൽ ഫെസ്റ്റിവൽ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ ക്രൗഡ്, ഇതിനൊന്നും 1 രൂപ ചിലവാക്കേണ്ടി വന്നിട്ടില്ല. അവിടെയാണ് ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ ബഡ്ജറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഫെസ്റ്റിവലും ആ ക്രൗഡും നമുക്കൊരു പൈസ ഇല്ലാതെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതേ നോക്കാവൂ. അതേസമയം നമ്മൾ അതിന് ആ ഒരു ക്രൗഡിന്റെ ഇടയിൽ ഷൂട്ടിംഗ് പോസിബിൾ ആണ്. കാര്യം നമ്മുടെ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടാവണം. ഒപ്പം നമ്മൾ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നേരത്തെ പെർമിഷൻ വാങ്ങിച്ച് സംസാരിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ കൊണ്ടുപോയി അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ പെർമിഷൻ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് സിനിമ എന്ന് പറഞ്ഞ ജീവനാണ്. പിന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലം കറുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു ടെമ്പിളിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. 3 ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത്. പക്ഷെ അവിടുത്തെ ആൾക്കാരെല്ലാം സഹകരിക്കും, ഭയങ്കര കോപ്പറേറ്റീവാണ്. ഇപ്പോൾ ഈ എക്സ്ട്രാ കൊണ്ടുവരുന്ന ഓരോ ആൾക്കാർക്ക് നമ്മൾ മിനിമം ഒരു 500 രൂപ വെച്ചെങ്കിലും കൊടുക്കേണ്ടതാണ്. നമ്മൾ സാധാരണ എക്സ്ട്രാസ് കൊണ്ടുവരും. നമ്മളൊരു സിനിമയിൽ ക്രൗഡിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പെർ ഡേ 750 to 500 നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷെ ആ എമൗണ്ട് പോലും കൊടുക്കാതെ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആംബിയൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി, വിത്ത് സൗണ്ട് എവറിത്തിങ്. അപ്പോൾ അതിൻ്റെ ഫുൾ സാധനം കിട്ടി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യാൻ. ഈ എല്ലാ ഷൂട്ടും പ്രോഫിറ്റബിൾ ആവുന്നത് നമ്മൾ ഒറ്റ സ്കെഡ്യൂളിൽ തീർക്കാൻ പറ്റിയാലാണ്. നമ്മൾ പല സ്കെഡ്യൂൾ തീരുമ്പോൾ ലൊക്കേഷൻ മാറുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടും, അവരുടെ അക്കോമഡേഷന് കോസ്റ്റ് കൂടും. പിന്നെ ഓരോ ആൾക്കാരുടെ എങ്ങനെ നമുക്കൊരു മൾട്ടിപ്പിൾ കാരവാനിൽ തന്നെ ഷെയർഡ് കാരവാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളും വേണം. അപ്പം എനിക്ക് കാരവാൻ വേണമെന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണമില്ല. നമുക്ക് വേണ്ടത് നല്ല സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ചെറിയ ആൾക്കാർ മതി. പക്ഷേ ആ സബ്ജക്റ്റിന് അവർ ആപ്റ്റായിരിക്കണം, ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായിരിക്കണം. ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ റോള്, പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ആ ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി പോകാതുള്ള കാര്യങ്ങൾക്കുള്ള കാശ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡേ ടു ഡേ ഒരു ചായയ്ക്ക് ഒരാൾ ആയാൽ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ 1 രൂപ ഇവിടെ പോയിരിക്കുന്നു, ആ ചായ ഇന്ന ആൾക്ക് വാങ്ങാനാണ് പോയെന്നുള്ളത് ഡേ ടു ഡേ എക്സ്പെൻസ് നമുക്ക് നോക്കി പോകാൻ പറ്റും. സോ ദാറ്റ് ആ ട്രാക്ക് നമുക്ക് എല്ലാവർക്കും അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്പെൻസ് എവിടെയാണ് പോകുന്നത് അത് വളരെ പ്രൊഫഷണലായിട്ടാണ് ആ സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളത് ഇന്നോവേറ്റീവായിട്ട് ഫസ്റ്റ് ടൈം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പോകുന്നതിൻ്റെ ഒരു ട്രാക്കർ. ഈ ട്രാക്കർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും വേറെ ട്രാൻസാക്ഷനിൽ കള്ളത്തരങ്ങളോ ഒന്നും വരുന്നില്ല.
നമുക്കറിയാം എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഉടായിപ്പൊന്നും നടക്കില്ല. ബേസിക്കലി സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ അത് നടക്കാതെ നമ്മൾ എങ്ങനെ ആക്കാൻ പറ്റും? അപ്പോൾ അത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് വേണം. ഇന്ന് പല പ്രൊഡ്യൂസേഴ്സും പോയി തൊഴുതു നിൽക്കേണ്ട അവസ്ഥയാണ്, ഒന്ന് തീർത്തു തരോടെ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രൊഡ്യൂസറുടെ റൈറ്റാണ് സിനിമ. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. അതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. പ്രൊഡ്യൂസറുടേതാണ് സിനിമ. പ്രൊഡ്യൂസർക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് വേണം. അത് ഒരുപാട് പുതിയ പ്രൊഡക്ഷൻ കമ്പനീസൊക്കെ പ്രൊഫഷണലി വന്നപ്പോൾ ഈ പ്രൊഡ്യൂസർ എന്നുള്ള സോളോ നിന്നും ആ കമ്പനിയിലേക്ക് പോയി. ഒരുപാട് ബിഗ് പ്രൊഡക്ഷൻ ഹൗസസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തെ സംബന്ധിച്ച് അത് കുറവാണ്. അപ്പോൾ നമുക്ക് പുതിയ വരുന്ന പ്രൊഡ്യൂസേഴ്സിനും അവർക്ക് കൈ പൊള്ളരുത്. അവരെക്കുറിച്ച് ആരും തിങ്ക് ചെയ്യില്ല. അതാ പ്രശ്നം. അവർ അഭിനയിക്കും, അവർ വന്ന് കാശ് വാങ്ങിച്ചിട്ട് പോകും, അഡ്വാൻസ് വാങ്ങിച്ചിട്ട് പോകും, ബാക്കി അൾട്ടിമേറ്റ്ലി ഇത് ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും പ്രൊഡ്യൂസറെ ഓർക്കുന്ന എത്ര പേരുണ്ട്? ആ സിനിമ ഓർത്ത് സിനിമ കളക്ട് ചെയ്തോന്ന് വിളിച്ച് ചോദിക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ കുറച്ചാണ്. അപ്പം ഈ ഒരു സാധനത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ സിനിമ ഒരിക്കലും നഷ്ടമായിട്ടുള്ളൊരു ബിസിനസ് അല്ല. സിനിമ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്, പ്രൊവൈഡഡ് നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യുക, അതിൽ നമ്മൾ വർക്ക് ചെയ്യുക. മിനിമം നമ്മൾ പറയുന്ന ബഡ്ജറ്റിനേക്കാളും നമുക്കൊരു 40 ദിവസം ഷൂട്ട് ഇട്ട് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമ്മൾ ആ ഷൂട്ട് തീർക്കുകയാണെങ്കിൽ ആ 10 ദിവസം നമുക്ക് പ്രോഫിറ്റാണ്. അതിന് വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഫോർച്യുനേറ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ അവരോട് പറയാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുന്നത്, ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ജനിക്കുന്നത് നമ്മൾ പൂറായിട്ട് ജനിച്ചാലും മരിക്കുന്നത് പൂറായിട്ട് ജനിച്ചാൽ പൂറായിട്ടാണെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ജനിച്ചതിന് നമുക്ക് കുറ്റം പറയാം. പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഏത് തരത്തിലുള്ള ബിസിനസ്സും നമുക്ക് തുടങ്ങാം. പക്ഷെ നമുക്ക് അതിലൊരു ടേസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നൊരു വീട്ടമ്മമാർക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഒരു കെയർ ടേക്കിംഗ് അല്ലെങ്കിൽ ആതിഥ്യ മര്യാദ, അവർക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ സേവ് ചെയ്യാൻ, നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിൽ നിന്ന് ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മുറിയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഒരു മുറിയിൽ നിന്ന് ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ മുദ്രാ ലോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സലൂൺ തുടങ്ങാൻ, ബ്യൂട്ടി കെയറിൽ താല്പര്യമുള്ള ലേഡീസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് വീട്ടിലെ വീട്ടമ്മമാർ ജോലി കൊണ്ട് ആ ഒരു ഇത് മാറി. ഇന്ന് ഒരുപാട് വീട്ടമ്മമാർ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഈ പപ്പടമൊക്കെ വിട്ടിട്ട്, അതവരുടെ വലിയ റവന്യൂ ആണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പി ജിക്കും അത്തരത്തിലുള്ളൊരു ലേഡി, നമ്മുടെ വീടിനടുത്തുള്ള ലേഡിയിൽ നിന്നാണ് പപ്പടം വാങ്ങുന്നത്. സോ അവർക്കൊരു റവന്യൂ ആവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാശുണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാശുള്ളവർക്കാണ് ബിസിനസ് എന്നുള്ള തോട്ട് നിങ്ങൾ മറന്നേക്കുക. ചെറിയ ബിസിനസ് എങ്കിലും നിങ്ങൾ ചെയ്തു തുടങ്ങുക. നമ്മളിപ്പോൾ ഒരു സാലറീഡ് ജോലിയാണ്, ഹസ്ബൻഡ് ഇപ്പോൾ സാലറീഡ് ജോലിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വൈഫിന് തുടങ്ങാം, ഇല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് തുടങ്ങാം. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ ആ നല്ല രീതി ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡിസയർ ഫാക്ടറാണ്. നമ്മൾ ഏതാണ് നമ്മുടെ നല്ല രീതി. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരണം. ഒരു എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിലോ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ലെവലിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു വിത്ത് വിതയ്ക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആ വിത്ത് നാളെ നമുക്ക് കൊയ്യാൻ പറ്റും. ആ കൊയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ എഫേർട്ട് ഇടുന്നത്. ഇത് മറ്റൊരു കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ 100% അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാവും. അത് ഏത് ബിസിനസ്സിലായാലും ഉണ്ടാവും. ബിസിനസ് ചെയ്യുമ്പോൾ ഡു ഇറ്റ് വിത്ത് ഓണസ്റ്റി. നമ്മുടെ കസ്റ്റമേഴ്സ് അൾട്ടിമേറ്റ്ലി അവർക്ക് നല്ല സർവീസ് കൊടുക്കുക, അവരെ ഹാപ്പി ആക്കുക, നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആക്കുക. അത് ത്രൂ അവർ എംപ്ലോയീസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയീസിലൂടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്നത്. സോ നമ്മുടെ എംപ്ലോയീസിനെ ഹാപ്പി ആക്കുക, നമ്മുടെ ഫേം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോവുക. എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാ കാശും എടുത്ത് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് കടമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനല്ല ഞാൻ പറയുന്നത്, ബിസിനസ് തുടങ്ങാനല്ല പറയുന്നത്. ചെറിയ എമൗണ്ടിൽ നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും, എന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോവുക. ആ ബിസിനസ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോ അതർ പ്ലാറ്റ്ഫോം ബെറ്റർ ദാൻ ബോസ്വാല. അതെ. മാത്രമല്ല മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ നിങ്ങൾ അഭിപ്രായം ചോദിക്കാവൂ. അല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ഒരാളോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വൺ തിങ്, ചിലപ്പം നിങ്ങളുടെ ഐഡിയ ആ ആൾ ചിലപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യും. കോമ്പറ്റീഷൻ ഇസ് എ ഫാക്ടർ. ഒരാളുടെ നമ്മൾ എത്രയോ സംഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസും കോൺസെപ്റ്റ് നമ്മൾ ഒരാളത്ത് പറയും, ചേട്ടാ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ എന്തൊരു നീ പറയും, ഇതൊക്കെ എവിടെ ശരിയാവാനായിട്ട് 1 മാസം കഴിയുമ്പോൾ പുള്ളി അത് തുടങ്ങും. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് കൈൻഡ് ഓഫ് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് വേണം ചോദിക്കാനായിട്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങുക. അതിനുള്ള ലോൺ ഫെസിലിറ്റിയും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം, പ്ലാനിങ് എങ്ങനെ ചെയ്യാം, എക്സിക്യൂഷൻ എങ്ങനെ ചെയ്യാം, ഇതെല്ലാം
ബോസ് വാലി പോലുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോസും ചെയ്യുന്നുണ്ട് എങ്ങനെ ബിസിനസ് മോഡൽ ക്യാൻവാസ് അല്ല ഇന്ന് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം. ഒരു ബിസിനസ് നമ്മൾ കാണുമ്പോഴത്തേക്കും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ആ ബിസിനസ് എങ്ങനെ ചെയ്യാം, ആ ബിസിനസ്സിലെ ഫെയിലിയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആ ഫെയിലായ ആൾക്കാർക്ക് മാത്രമേ സക്സസ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെക്കാളും ഒരു ബിസിനസ്സിൽ ഫെയിലായ ആളായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഫെയിലായി എന്ന് പറഞ്ഞ് ആ ആൾ ഫെയിൽ ചെയ്യും, നമുക്ക് ആ സാധനം പഠിക്കാൻ പറ്റും. ഫെയിലിയേഴ്സിൽ നിന്ന് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. 100% സക്സസ് ആർക്കും ഉണ്ടാവില്ല. സോ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തുടങ്ങുക. ഇന്ന് നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലാണ് ഞാൻ പറയുന്നത്, വിഴിഞ്ഞം വരുന്നുണ്ട്. സോ ദർ ഇസ് ഇനി നെക്സ്റ്റ് 10 yearsൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു, കാര്യം 10 yearsൽ ട്രിവാൻഡ്രം മാറാൻ പോകുന്ന മാറ്റം അത് കേരളത്തിൽ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യട്ടെ, അതിനുള്ള പ്രാർത്ഥനയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ടൂറിസം ഇസ് ഡെവലപ്പിംഗിലേക്ക് ഇനി തിരുവനന്തപുരം കേരളത്തിൽ തന്നെ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ആണ്, അത് ഉപയോഗിക്കാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. നമ്മളെല്ലാവരും ഇപ്പം എല്ലാ യങ്സ്റ്റേഴ്സ് ഇപ്പം +2 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പുറത്ത് പഠിക്കാൻ പോകും. പുറത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അവർ റെസ്റ്റോറൻറ്റിൽ പോയി വർക്ക് ചെയ്യും, ഈ KFC പോയി വർക്ക് ചെയ്യും. നാട്ടിൽ ആ സാധനം ചെയ്യാനായിട്ട് പേരൻസും സമ്മതിക്കില്ല. അവരെ മാത്രം ബ്ലെയിം ചെയ്യല്ല, പേരൻസും അത് സമ്മതിക്കത്തില്ല. ഇവർ ഇതേ സാധനമാണ് പോയി പ്ലേറ്റ് കഴുകുന്നത് എല്ലാം പുറത്ത് പോയി ചെയ്യുന്നത്. ആ ആറ്റിറ്റ്യൂഡ് മലയാളിയുടെ മാറണം. എല്ലാ ജോലിയിലും അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വീട്ടുകാർ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതൊരു മോശം കാര്യമല്ല. അവർക്ക് ആ മണി വാല്യൂ മനസ്സിലാവണമെങ്കിൽ അവർ അത് ഏൺ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ അവരുടെ ഡിസയേഴ്സിനുള്ള എല്ലാ എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അച്ഛാ ഇത് വേണം, ഐഫോൺ വേണം, അതെല്ലാം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല മണിയുടെ വാല്യൂ എന്താണെന്നുള്ളത്. അവർ കാണണം, അവർ അധ്വാനിച്ചുണ്ടാക്കുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാർട്ട് ടൈം ജോബ് ഇവിടെ കിട്ടുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ് നമ്മൾ ചെയ്യുക. ആ പാർട്ട് ടൈം ജോബ് ചെയ്ത് കിട്ടുന്ന കാശ് അത് നിങ്ങളുടെ എമൗണ്ടാണ്. അതാണ് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളത് ആസ് എ പേരൻറ്റ് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ യു ക്യാൻ ഗോ ഫോർ എ പാർട്ട് ടൈം ജോബ്. ആക്ച്വലി 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഫിനാൻസ് നോക്കുന്ന, ബാക്കി രാജ്യങ്ങളിൽ എടുക്കുന്ന ആ ഒരു സാധനം ഇന്ത്യയിൽ വരണമെന്നാണ് 100%. ഞാനിപ്പോൾ ഇപ്പോഴും 30 വയസ്സായവരും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ കാണാറുണ്ട്. എല്ലാ മീൻസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. 30 വയസ്സുള്ള പയ്യന്മാര് അമ്മയച്ഛനും കൊണ്ട് സത്യം അതുകൊണ്ടുണ്ട്. എനിക്ക് പഠിച്ച ജോലി തന്നെ ചെയ്യണമെന്നില്ല, എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതെ, ആ ഒരു ജോലിയുടെ മനസ്സുണ്ടാവും. അപ്പം നമുക്കിപ്പോൾ അക്കാഡമിക് അല്ല. ഇന്നിപ്പോൾ AI ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേരുടെ ജോലി പോകും. നാളെ സ്കില്ലാണ്. നമുക്ക് എന്ത് സ്കില്ലുണ്ടോ ആ സ്കില്ലിനുള്ള കാശാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കാഡമിക്കലി നമ്മൾ എത്ര ബ്രില്യൻ്റ് ആയാലും യു ക്യാൻ ബി ഈസിലി റീപ്ലേസ്. പഠിത്തം മാത്രമല്ല നമുക്ക് മെയിൻ എല്ലാ കാര്യങ്ങളും. നമുക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരൊന്നും PhD എടുത്തവരൊന്നും അല്ല, നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഇപ്പം ഞാൻ ഈ സാധനം തന്നെയാണ് ഫ്യൂച്ചറിൽ കാണുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ 2-3 സബ്ജക്റ്റൊക്കെ തോറ്റു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, നീ ഒരു കാര്യം ചെയ്യും. അപ്പം ഈ വെക്കേഷൻ സമയം വന്നപ്പോഴത്തേക്കും ഞാൻ അവനൊരു ഓൺടർപ്രണർഷിപ്പ് കോഴ്സിന് ചേർത്തു. സോ ദാറ്റ് 2 months കോഴ്സ്. അവനിപ്പോൾ ബേസിക്കലി ട്രേഡിംഗ് അറിയാം. ഹി ഹാസ് എ ട്രേഡിംഗ് അക്കൗണ്ട്. അവന് ബാക്കിയുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഇപ്പം അവൻ്റേതാണ് പല കാര്യങ്ങളും ഞാനിപ്പോൾ പഠിക്കുന്നത്. അത്രയും അപ്ഡേറ്റഡ് ആയവൻ ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. സോ ഹീ നോസ് ദ വാല്യൂ ഓഫ് മണി, എന്തൊക്കെ ജോലി ചെയ്യാം. അപ്പം അതിനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആൻഡ് ഓൾസോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പിള്ളേർക്ക് മണി വാല്യൂ അറിയണം. അവരത് പൈസയുടെ വില അറിയണം. വില അറിഞ്ഞാൽ മാത്രമേ നാളെ അവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റും. അല്ലാതെ നമ്മൾ അക്കാഡമിക്സ് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ലൈഫ് പഠിക്കില്ല. ഇപ്പോഴും നമ്മൾ അത്രയും പഠിച്ചത് ആ ട്രിഗ്നോമെട്രിക് മനുഷ്യനും സൈനും കോസും ടാനും. ഞാൻ ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു. എന്തിനാ പഠിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മാത്സിനൊക്കെ സ്ട്രഗിൾ ചെയ്തതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മളുടെ സിലബസ് തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. പണ്ട് എഴുതിയ സിലബസ് ഇപ്പോഴിരുന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് സിലബസ് മാറി. ഇപ്പോൾ ഈ ഓൺടർപ്രണർഷിപ്പ് എന്തുകൊണ്ട് ഒരു കോഴ്സ് കൊണ്ടുവന്നൂടാ? നമ്മുടെ സിലബസിൽ തന്നെ ആ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ കൊണ്ടുവരണം. ആ ഒരു സ്ട്രക്ചർ മാറിയാലേ പറ്റില്ല. ഇന്ന് പല സ്കൂൾസും വേറെ പല ഇൻ്റർനാഷണൽ സ്കൂൾസ്, ഇപ്പം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂള്, ഞാൻ മോനെ അവിടെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ സ്കൂളിലൊക്കെ ഇത്തരത്തിലുള്ള കരിക്കുലം ഉണ്ട്. സോ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. അവൻ ഏതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്നലെ വന്നു ഏതൊക്കെ സബ്ജക്ട്സ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു ഏതൊക്കെ. ഞാൻ നിൻ്റെ ഇഷ്ടമല്ലേ, നീയല്ലേ പഠിക്കുന്നത്, നീ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നീ ചൂസ് ചെയ്യുക.
ഏതൊക്കെയാണ് വേണ്ടത്. അപ്പം ചില സബ്ജക്ട്സ് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എന്തിനത് പഠിക്കണം, പഠിക്കേണ്ട ആവശ്യം. അവർക്ക് അതിന് പകരം അവരുടെ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഇപ്പം ഫിസിക്സ് എന്നൊരു കോഴ്സ് എടുത്ത ഫിസിക്സ് സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ കമ്പൽസറി ആയിട്ട് കെമിസ്ട്രി മാത്സ് ഒക്കെ പഠിക്കേണ്ടി വരുന്നു. നമുക്ക് ഇഷ്ടം ഉള്ള 6 സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ തരുന്നത് നമ്മൾ ഇഷ്ടമില്ലാതെ പഠിക്കേണ്ട ഒരു ഇപ്പോൾ ഇവിടെ അവസ്ഥ. ബാംഗ്ലൂരിലായപ്പോൾ അവന് കന്നഡ പഠിച്ചേ പറ്റുള്ളൂ. സോ കന്നഡ ഈസ് മാൻഡേറ്ററി ഇൻ സ്കൂൾസ്. അവർക്ക് 4ാം ക്ലാസ്സിന് ശേഷം കന്നഡ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ചോയ്സ് ഇല്ല, കന്നഡ പഠിക്കണം. അപ്പം ഐ മീൻ ബോംബെയിലായിരുന്ന സമയത്ത് മറാഠി പഠിക്കണം. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇങ്ങനെ പല സ്കൂളിൽ പഠിക്കുമ്പോൾ പല കൾച്ചർ പല ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പക്ഷേ അവന് ഇഷ്ടമില്ലാത്തത് പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രിൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്കൂളിൽ അവരുടെ സിലബസ് അത്രയും വൈഡറാണ്. അവർ എന്താണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നത്, നാളെ ആവാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അവരെ കരിക്കുലം അങ്ങനെയാണ്. സോ ദാറ്റ്സ് എ വെരി യൂണിക്. ഞാൻ അതുകൊണ്ടാണ് ആ സ്കൂൾ ചൂസ് ചെയ്തത്. അപ്പം നല്ല ആ ഒരു കരിക്കുലം അവർക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം, അവൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ്. അപ്പോൾ സ്പാനിഷാണ് എടുത്തേക്കുന്നത്, സ്പാനിഷ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അവർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുക. കുട്ടികളെ അങ്ങനെ വേണം നമ്മൾ ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷേ നോട്ട് നെഗറ്റീവ്ലി. അവർക്ക് വേണ്ടത് മറ്റേ മാക്ബുക്കോ അങ്ങനെയുള്ള സാധനമല്ല, വേണ്ട സാധനത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്കൂളല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ പറയും. ദിസ് ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി വേർ യു ക്യാൻ സ്റ്റാർട്ട്, യു ക്യാൻ ബി എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ഫോർ ഷുവർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എങ്ങനെ ജനിച്ചു എന്നതിൽ കാര്യമില്ല, മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ അപ്പോഴും ദാരിദ്ര്യപ്പെട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. ഇപ്പോഴും സമയമുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ബോസ്വാലയും കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ രഞ്ജിത്തേട്ട, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങൾക്ക് നല്ല ഇന്റർവ്യൂ. എനിക്ക് ആ സീറ്റിൽ ഇരുന്നേ പരിചയമുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത്. സോ ആസ് ആൻ ആങ്കർ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഞാൻ വീഡിയോസും കണ്ടിട്ടുണ്ട്, ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പം എസ്പെഷ്യലി കരിഷ്മ പറയുന്നുണ്ടല്ലോ, ഒരു കോമൺ മാൻ ലാംഗ്വേജ് ആണ്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, നല്ല രസമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതിലാണ് കാര്യം. അതെ, നമ്മൾ ഈ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബിസിനസ് ഐഡിയ അവർക്ക് മനസ്സിലാവണം. ഇപ്പോൾ കരിഷ്മ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരുടെ ഭാഷയിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാർ ഇതുപോലെ സഹായിക്കാൻ സാധിക്കട്ടെ വീഡിയോസിലൂടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും കരിഷ്മയ്ക്ക് നേരുന്നു, ഒപ്പം ബോസ്വാല നമ്മുടെ ഓർഗനൈസേഷനും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബോസ്വാല, ബി ദ ബോസ്.